ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സത്യങ്ങളെല്ലാം അറിഞ്ഞ ദേവമംഗലത്തുകാരെ ഉദയഭാനുവിനും ശ്രീകലേനും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ദേവിയെ അവരുടെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ദേവി എത്ര കരഞ്ഞു കാല് പിടിച്ചിട്ടും അതൊന്നും വകവെക്കാതെ അവളെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ദേവി പിന്നെയും ദേവമംഗലത്ത് എത്താണ്. തന്നെ ആട്ടിയിറക്കി വിട്ട സമയത്ത് തനിക്ക് പറയാനുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ ഭാഗം കൂടെ പറയാനും ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവമംഗലത്തുകാരത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഗോമതി അവളെ പിടിച്ച് പുറത്ത് തള്ളിയിട്ട് വാതിലടക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആനന്ദ് വന്നിട്ട് ദേവിയും വീട്ടുകാരും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ടും ദേവി അവിടുന്ന് പോവാൻ തയ്യാറാവുന്നില്ല. അവസാന നിമിഷം ദേവി പോവാൻ നേരത്തെ ആനന്ദിന്റെ കൈ പിടിക്കുന്നുണ്ട്. ആ നിമിഷം ആനന്ദൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ബാലൻ വന്നിട്ട് ദേവിയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി ഇവിടുന്ന് പറയാണ്. അവർക്കെല്ലാവർക്കും ദേവീനെ അത്രയും വെറുത്തു എന്ന് മനസ്സിലാക്കിയ ദേവി അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ ദേവി മനസ്സ് കൈവിട്ട് ഏതോ ഒരു ചിന്തയിലിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഉദയഭാനും ശ്രീകലയും വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഉദയഭാനു ദേവിനോട് പറയുകയാണ്, അച്ഛൻ പറയുന്ന ഒരു കാര്യം മോള് ഇനി അനുസരിക്കണം, ഇനി ഒരിക്കലും മോള് ദേവമംഗലത്തേക്ക് പോകരുതെന്ന്. ഇത് കേട്ടിട്ട് ദേവി അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം ഇനി ഒരിക്കലും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന ചിന്തയോട്. ആ സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, ഒരാഴ്ചക്കകം ദേവമംഗലത്ത് നിന്ന് വന്നിട്ട് ആരെങ്കിലും നിന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ മുറ്റത്ത് വെച്ച് കരഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരിനും ഞാൻ ഏറ്റ ഓരോ അപമാനത്തിനും ഞാൻ അവരോട് കണക്ക് ചോദിച്ചിരിക്കുന്നു പറയുന്നുണ്ട് ശ്രീകല. എനിക്കൊരിക്കലും അതിന് കഴിയില്ല, അതെൻ്റെ വീട്ടുകാരാണ്, ഇനി ഒരിക്കലും ഞാൻ അവരോട് ഒരു ചതിയും കൂടെ ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീകല ദേവിയെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇതിനൊക്കെ നീ എൻ്റെ കൂടെ നിൽക്കണം, നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീകല ദേവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വാക്ക് കേൾക്കാതെ നീ ഇനി അങ്ങോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എൻ്റെ ശവമായിരിക്കും നീ കാണാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീകല. പ്രശ്നങ്ങൾ പരിഹരിച്ച് ദേവിയെ തിരിച്ച് ദേവമംഗലത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് പരമാവധി വഷളാക്കാനാണ് ഉദയഭാനും കുടുംബവും ശ്രമിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവമംഗലമാണ്. ഒരിക്കൽ കൂടെ ദേവി വന്ന് പിന്നെയും അതുപോലെ തന്നെ അവളെ അവിടുന്ന് ആട്ടി ഇറക്കിയ ശേഷം ആനന്ദ് ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ്. തൻ്റെ ജീവിതം പോയതിലുപരി താൻ അത്രയും സ്നേഹിച്ച ഒരാളിൽ നിന്ന് കിട്ടിയത് ചതിയാണല്ലോ എന്നോർത്തിട്ടാണ് ആനന്ദും കുടുംബവും വിഷമിക്കുന്നത്. ഉദയഭാനും ശ്രീകലയും ഇനി ദേവമംഗലത്തിനെതിരെ എന്തൊക്കെ ക്രൂരതകളാണ് മെരിയുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ദേവിയെ ദേവമംഗലത്തുള്ളവർ കേൾക്കാൻ പോലും തയ്യാറാവാത്തതിന് കാരണം കൊണ്ട് ഇനി അവളും അവരുടെ കൂടെ ചേർന്ന് ദേവമംഗലത്തിനെതിരാവുമോ? അടുത്ത എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.